ഈ ഒരു ഏരിയയിലായിട്ട് ഫുള്ളി ഹെയർ സെറം അപ്ലൈ ചെയ്തു. എനിക്ക് ഇത്തിരി നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു മഞ്ഞപ്പുണ്ടല്ലോ ആ സാധനമില്ല, ഒരു റോസ് ഗ്ലോ. ഡിസംബറിലെ കാറ്റിലൊക്കെ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയി പൊട്ടി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ എൻ്റെ ഒരു ലൈഫ് സേവ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പിൽഗ്രിം ഹോൾ അല്ല, പക്ഷേ പിൽഗ്രിം നിന്നൊരു ടോപ്പ് 5 പ്രോഡക്റ്റ്സ്, റാൻഡം ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോഡക്ട്സിൻ്റെ ഒരു കുട്ടി റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാൻ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പിൽഗ്രിമിൻ്റെ 10% വിറ്റാമിൻ സി ഫേസ് സെറം ആണ് കേട്ടോ. ഇതിൽ 5% നൈസിലമൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് മോസ്റ്റ്ലി എല്ലാ സ്കിൻ ടൈപ്പർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ സ്കിന്നിന് അത്യാവശ്യം നല്ലോണം ബെനിഫിറ്റ് ആയിട്ടുണ്ട്. എപ്പോഴും വിറ്റാമിൻ സി സെറം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ഏത് സെറം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് പ്രോഡക്ട്സ് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിൽ ഇവർ പറയുന്ന 3 to 5 ഡ്രോപ്സ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആദ്യമേ നിങ്ങളൊരു സെറം ഇതുവരെ ഒന്നും നിങ്ങളുടെ സ്കിന്നിൽ ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ഒരു സംഭവം ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നത് അക്സെപ്റ്റബിൾ ആയിരിക്കണ്ടേ, ഇങ്ങനെ ഒരു സാധനം നമ്മുടെ സ്കിന്നിനത് ചേരണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യൂസ് ചെയ്യുമ്പോൾ ഒരു 2 ഡ്രോപ്പൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഈ കൈ വെച്ചിട്ട് എനിക്ക് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫേസിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി യൂസ് ചെയ്യുമ്പോൾ ഏത് സെറത്തിലും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം ഗ്രാജുവലി നമ്മുടെ സ്കിന്നിന് സെറ്റ് ആവുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. വിറ്റാമിൻ സി സെറം കുറച്ചൊന്ന് റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ രാത്രി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോഡക്റ്റ് മാത്രം എടുത്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിറ്റേ ദിവസം പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺബ്ലോക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ പ്രോഡക്റ്റ് പിൽഗ്രിമിൻ്റെ ഈ ഒരു ഹെയർ സ്മൂത്തനിങ് ഷാമ്പൂ ആണ് കേട്ടോ. എനിക്ക് എന്തുകൊണ്ട് ഞാനൊരു ടോപ്പ് 5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമുണ്ട്. 2 പ്ലസ് പോയിന്റ് ഇതിൽ മെയിൻ ആയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഹെയറിനെ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, സ്കാൽപ്പിനെ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല. പൊതുവെ ഏത് ഷാമ്പൂ ഞാൻ ഉപയോഗിച്ചാലും ഹെയർ ഭയങ്കര ഡ്രൈ ആവാറുണ്ട്. അതിന് കാരണം എൻ്റെ ഡ്രൈ ഹെയർ ആണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ ഈ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ പതപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള DIY ഷാമ്പൂസും അങ്ങനെയല്ല. ഞാൻ എൻ്റെ വീഡിയോസ് കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കുറേ DIY ഷാമ്പൂസാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് ഏത് ഷാമ്പൂ യൂസ് ചെയ്തിട്ടും അതിനെ ഒരുപാട് നമ്മുടെ ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഷാമ്പൂ വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം എനിക്ക് എന്തായാലും പ്ലസ് പോയിന്റ് പറഞ്ഞേ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് ഹെയർ ഡ്രൈ ആക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡാൻഡ്രഫ് കുറയ്ക്കുന്നുണ്ട്. നമ്മുടെ ഹെയറിലെ ഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്തതിന് ശേഷം നോക്കി കഴിഞ്ഞാൽ ഡാൻഡ്രഫ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പോയിട്ടുണ്ട് മൊത്തമായിട്ട്. അപ്പോൾ എന്തായാലും ഈ 2 പ്ലസ് പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ടോപ്പ് 5 ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് ഇതിൻ്റെ കൂടെ ഞാനൊരു ഹെയർ മാസ്ക് കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സെയിം റേഞ്ചിൽ വരുന്നത് തന്നെ. അതും നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് പട്ടുവ ആൻഡ് കെരാറ്റിൻ ആണ്. നമുക്കറിയാം കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. അല്ലെങ്കിൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഹെയർ കുറച്ചുകൂടി സ്മൂത്തൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഷാമ്പു യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എൻ്റെ ഹെയർ എത്രത്തോളം ഫ്രിസി ആയിരുന്നു, അതിനുശേഷം കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. തേർഡ് പ്രൊഡക്റ്റ് പറയുന്നത് ഈ ഒരു ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. ഇത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. നമ്മൾ നോർമലി മോയ്സ്ചറൈസറിൻ്റെ ഒരു തിക്നെസ് ഇല്ല, ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്പർക്കും ഒരുപോലെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. SPF 15 അടങ്ങിയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ മേക്കപ്പ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർക്കാണെങ്കിലും നമുക്കൊരു ഫംഗ്ഷനൊക്കെ തിളങ്ങാൻ ഇത് ധാരാളം മതിയാവും കേട്ടോ. നമുക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് റോസി ഗ്ലോ തരുന്നുണ്ട്. അത് കുറേ നേരം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻഡ് ആയിട്ട് നിൽക്കണമുണ്ട് കേട്ടോ. ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു മഞ്ഞപ്പ് ഉണ്ടല്ലോ, ആ സാധനം ഇല്ല, ഒരു റോസ് ഗ്ലോ തരുന്നുണ്ട്. ഞാൻ ഫേസിൽ യൂസ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ മാത്രം യൂസ് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നാലാമത്തെ പ്രോഡക്റ്റ് എടുക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ ചെറുതായിട്ട് എൻ്റെ ഫേസിൽ ഫുൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡിഫറൻസ് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫോർത്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അണ്ടർ റേറ്റഡ് പ്രോഡക്റ്റ് ആയിരിക്കും. കാരണം ആരും ഇതുവരെ ഇതിനെക്കുറിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ നല്ല ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഫേസ് കോമ്പിനേഷൻ ഫേസാണ്. എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ഹെയർ ആണ്, ആൻഡ് എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള 5 പ്രോഡക്ട്സിൻ്റെ ലിസ്റ്റിൽ ഇതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തു കേട്ടോ. ഈ ലിപ്സർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബബിൾക്കത്തിൻ്റെ ഒരു ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് പറയുമ്പോൾ സ്മെൽ. ഓക്കെ, ബബിൾക്കത്തിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. ഫ്ലേവറും ബബിൾക്കത്തിൻ്റെ തന്നെയാണ് കേട്ടോ. ആൻഡ് ഇത് എനിക്ക് എന്തുകൊണ്ട് ഇത്രത്തോളം ഫേവറേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ലിപ്സ് ആണ്. ശരിക്കും വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ എനിക്കൊരു ഈ ഡിസംബറിൽ ആ കാറ്റിലൊക്കെ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയി പൊട്ടി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ എൻ്റെ ഒരു ലൈഫ് സേവർ ഐറ്റമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ കാലമായി. ഇതിന് മുന്നത്തുള്ള വീഡിയോസിലൊക്കെ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ പിൽഗ്രിമിൻ്റെ ഒരു ടോപ്പ് 5 പ്രോഡക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് എന്തായാലും ഇത് ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ. ഡ്രൈ ലിപ്സ് ആൻഡ് പാച്ചി ലിപ്സ് ഉള്ള ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒരുപാട് ലിപ് ബാമൊക്കെ ട്രൈ ചെയ്തിട്ടും ലിപ്സ് ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങളുടെ കഷ്ടം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ.
അപ്പോൾ ഗൈസ്, ഫിഫ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിൽഗ്രിമിൻ്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സെറാണ്. ഇത് എന്തുകൊണ്ട് ടോപ്പ് 5, ശരിക്കും ഇത് ടോപ്പ് 1 ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് എന്താ അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മുടെ ഹെയർ റീഗ്രോത്ത് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അത് 28 ഡേയ്സിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സെറം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഹെയർ കുട്ടി കുട്ടി ബേബി ഹെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് എൻ്റെ ഹെയറിൽ ഈ ഒരു ഏരിയയിലായിട്ട് ഫുൾ ഈ ഹെയർ സെറം അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്തിരി നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ഞാൻ തോന്നിയതുകൊണ്ടാണ് ഇതും ടോപ്പ് 5 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇവർ പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, മൂന്നാമത്തെ കാര്യം ഹെയർ ഡെൻസിറ്റി കൂട്ടുന്നുണ്ട് എന്നാണ് കേട്ടോ. ഇതിൽ അടങ്ങിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റെഡൻസിൽ ആൻഡ് അഗെയിൻ അതുപോലെ തന്നെ ഗ്രീൻ ടീയും കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മോസ്റ്റ്ലി എല്ലാ ഹെയർ ടൈപ്പിനും സെറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് ഡാൻഡ്രഫ് ഉണ്ടോ? ഇല്ല, ഡാൻഡ്രഫ് ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളയണോ? വേണ്ട, വാഷ് ചെയ്ത് കളയേണ്ട യാതൊരു ആവശ്യമില്ല. ഞാനിത് എപ്പോഴാണ് യൂസ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് ഇതുപോലെ കുറച്ച് ഡ്രോപ്സ് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രയും മതിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ, സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. എന്നാലും എനിക്ക് പിന്നെ വീഡിയോസ് ഇടാനൊക്കെ തോന്നുക. ഓക്കെ, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.